ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2025 വേണ്ടിയുള്ള ക്ലാസ് സീരീസിൽ നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ അല്ലെങ്കിൽ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈ പാറ്റേൺ മാറിയ സാഹചര്യത്തിലും നല്ല ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഈ എക്സാമിനായിക്കോട്ടെ, ഏത് CGL എക്സാം ആയിക്കോട്ടെ, CHSL എക്സാം ആയിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഓഫ്ലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കേൾക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ഒരു 1-2 ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അടുത്ത ടൈപ്പ് അങ്ങനെ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ പഠിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: A takes 12 hours more than B to cover a distance of 40 km. If A doubles his speed, he takes 4 hours more than B to cover 80 km. To cover a distance of 90 km, how much time B take traveling at his same speed? അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 90 കിലോമീറ്റർ ദൂരം പോകാൻ എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചിരുന്നു. ഏത് സ്പീഡിലാണ്? ആ ബിയുടെ സ്പീഡ് എന്താണോ ആ സ്പീഡിൽ. ഇപ്പം ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ബി ഓൾറെഡി ഉണ്ട് 90. നമുക്ക് സ്പീഡ് ഓഫ് ബി ആണ് ഇവിടെ നിന്നും വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി മുന്നോട്ടുള്ള ഡേറ്റ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ എയുടെ കാര്യം മാത്രം നോക്കാം. എ ആദ്യം ബിയേക്കാളും 12 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 40 കിലോമീറ്റർ. എ സ്പീഡ് ഡബിൾ ആക്കുമ്പോൾ 4 മണിക്കൂർ കൂടുതൽ എടുക്കും. നേരത്തെ 12 മണിക്കൂർ കൂടുതൽ എടുത്ത ആള് ഇപ്പം 4 മണിക്കൂർ കൂടുതൽ എടുക്കും ടു കവർ 80 കിലോമീറ്റർ. ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ 80 കിലോമീറ്ററും ഇവിടെ 40 കിലോമീറ്ററുമാണ്. രണ്ടിനെ സെയിം ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 40യെ 80 ആക്കാം. ഇൻറ്റു 2 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 80 കിലോമീറ്റർ ആണെങ്കിൽ എ എന്ത് ചെയ്യും? 12 പകരം 24 മണിക്കൂർ എന്ത് ചെയ്യും? ബിയേക്കാളും കൂടുതൽ എടുക്കും. 40-80 ആകുമ്പോൾ 12 എന്താവും? 24 ആവും. രണ്ടുകൊണ്ട് ഗുണിക്കും. ഇപ്പം ഇവിടെ എന്തായി? ഇവിടെ 80 കിലോമീറ്റർ ആയി, ഇവിടെ 80 കിലോമീറ്റർ ആയി. അപ്പം നമ്മൾ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ? സ്പീഡിന്റെ റേഷ്യോ A/B ആണെങ്കിൽ അതേ സമയത്തുള്ള ടൈമിന്റെ അതേ കാര്യങ്ങളിൽ ടൈമിന്റെ റേഷ്യോ B/A ആയിരിക്കും. ഈ കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എ മാത്രം കൺസിഡർ ചെയ്യാം. ഇപ്പൊ എ എന്ത് ചെയ്യുന്നു? എയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എ സ്പീഡ് എന്തായി? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് എന്തായി? ഡബിൾ ചെയ്യും. 1:2 ആണ്. അപ്പൊ എക്ക് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇനിഷ്യൽ കേസിൽ, ഇത് ഫൈനൽ കേസ്, സെക്കൻഡ് കേസിൽ. ഇനിഷ്യൽ കേസും സെക്കൻഡ് കേസും. ഇനിഷ്യൽ കേസിൽ എക്ക് 2 യൂണിറ്റ് സമയം എടുത്താൽ സെക്കൻഡ് കേസിൽ എക്ക് എന്തേ ചെയ്യത്തുള്ളൂ? 1 യൂണിറ്റ് സമയമേ എടുക്കത്തുള്ളൂ. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 2 - 1 1 യൂണിറ്റ് ആണ്. ഈ 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനിഷ്യലി 24 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു എക്ക്. രണ്ടാമത്തെ കേസിൽ എന്തേ എടുക്കത്തുള്ളൂ? ഓൺലി 4 മണിക്കൂർ കൂടുതൽ എടുക്കത്തുള്ളൂ, അല്ലെ? 4 മണിക്കൂർ കൂടുതൽ എടുക്കത്തുള്ളൂ. ഡിഫറൻസ് എത്രയാണ്? 24 - 4 20 മണിക്കൂറിന്റെ ഡിഫറൻസ് ആണ്. ഒന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 മണിക്കൂർ. 1 20 മണിക്കൂർ ആണെങ്കിൽ 2 എത്രയാണ്? 40 മണിക്കൂർ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? 2 40 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ, ഇനിഷ്യൽ കേസിൽ എക്ക് 40 മണിക്കൂർ എടുക്കുമായിരുന്നു ആ ഒരു ജേണി, 80 കിലോമീറ്റർ ഉള്ള, 80 കിലോമീറ്റർ ഉള്ളേ, 40 നോക്കരുതേ, 80 കിലോമീറ്റർ ഉള്ള ജേണി കവർ ചെയ്യാം. അപ്പോൾ ബിക്ക് എന്താണ്? എയേക്കാൾ 24 മണിക്കൂർ കുറച്ചേ എടുക്കൂ. കാരണം എക്ക് ബിയേക്കാൾ 24 മണിക്കൂർ കൂടുതൽ എടുക്കും 80 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. അപ്പൊ ബിക്ക് ഇപ്പൊ എത്ര എടുക്കത്തുള്ളൂ? 24 കുറയ്ക്കുക. അപ്പൊ ബിയുടെ ടൈം എത്രയാണ്? അല്ലെങ്കിൽ ബിയുടെ ടൈം എത്രയാണ്? 40 - 24 16 മണിക്കൂറാണ് ബിക്ക് എടുക്കുന്ന സമയം. എത്ര കിലോമീറ്റർ പോകാൻ വേണ്ടി? 80 കിലോമീറ്റർ പോകാൻ വേണ്ടി. അപ്പൊ ബിയുടെ സ്പീഡ് നമുക്ക് കിട്ടുമല്ലോ. സ്പീഡ് ഓഫ് ബി ഇത് പേന എടുക്കാതെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. സ്പീഡ് ഓഫ് ബി നമുക്ക് എന്ത് കിട്ടും? 80 കിലോമീറ്റർ പോകാൻ ബിക്ക് എടുക്കുന്നത് 16 മണിക്കൂറാണ്. 80/16 5 km/h ആണ് സ്പീഡ് ഓഫ് ബി. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: ഹൗ മച്ച് ടൈം ബി വിൽ ടേക്ക് ഫോർ 90 കിലോമീറ്റർ. 90 കിലോമീറ്റർ ബൈ ബിയുടെ സ്പീഡ് 5 km/h ആണ്. 90/5 18 മണിക്കൂർ നമുക്ക് എന്ത് കൊടുക്കാം? ആൻസർ കൊടുക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എയുടെ സ്പീഡ് ഡബിളായി. ക്വസ്റ്റ്യൻസ് ഒരു വട്ടമെങ്കിലും ചെയ്തിട്ട് പോയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് എക്സാമിന് പോയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. സ്പീഡ് ഡബിളായി, ടൈം 2:1 ആവും. ആ ഒന്നിന്റെ വാല്യൂ ആണ് ഇവിടുത്തെ 24. ഇത് 40 കിലോമീറ്ററിനാണ് 12 മണിക്കൂർ കൂടുതൽ. 80 കിലോമീറ്ററിന് 24 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ ഒന്നിന്റെ വാല്യൂ ആണ് 24. 4 27 - 4 20. രണ്ടിന്റെ വാല്യൂ
40 കിട്ടും. ഇതൊക്കെ മൈൻഡ് ചെയ്യാം. 2:1 2ന്റെ വാല്യൂ 40. ഇനിഷ്യലി 40 മണിക്കൂർ എടുക്കുമായിരുന്നു 80 കിലോമീറ്റർ പോകാൻ. ബിക്ക് 27 കുറച്ച് 16 എടുക്കൂ 80 പോകാൻ. 80/16 5 ബിയുടെ സ്പീഡ്. 90 പോകണമെങ്കിൽ 90/5 18. പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആരും കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു കമന്റ് കണ്ടാണ് ആൻസർ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്, അത് മനസ്സിലാക്കുക. ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കൺസെപ്റ്റുകൾ അറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എപ്പോഴും നമ്മൾ ബേസിക് ക്ലാസ്സുകളും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? ബേസിക് ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് യൂസ് ആയിക്കോട്ടെ, എല്ലാവർക്കും യൂസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ബേസിക് ക്ലാസ്സുകൾ ചെയ്യാത്തത്. ഓക്കെ, ബേസിക് ആയിട്ട് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ A takes 2 hours more than B to cover a distance of 40 kilometers. ഇതേപോലെ തന്നെ A എന്ത് ചെയ്യുന്നു? A double C speed. He takes 1 hour more than B to cover 80 kilometers. To cover a distance of 120 kilometers. How much time hours വേണം will B take traveling at the same speed? അപ്പോൾ ഇവിടെയും സെയിം പോലെ തന്നെ, ഇവിടെ 40 കിലോമീറ്റർ ആണ്, ഇവിടെ 80 കിലോമീറ്റർ ആണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 2 കിലോമീറ്ററിനെ സെയിം ആക്കാം. എങ്കിലേ നമുക്ക് ഈ ഒരു റേഷ്യോയുടെ പ്രോപ്പർട്ടി എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് 80 കിലോമീറ്റർ ആകുമ്പോൾ ഇത് എത്ര ആവും? 4 മണിക്കൂർ കൂടുതലെടുക്കും. എക്ക് 4 മണിക്കൂർ കൂടുതലെടുക്കും. ബിയേക്കാളും എത്ര ദൂരം പോകാൻ? 80 കിലോമീറ്റർ പോകാം. രണ്ടാമത്തെ കേസിൽ എ സ്പീഡ് ഇരട്ടിയാക്കി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൂടുതലെടുക്കും. ആദ്യമേ 4 മണിക്കൂർ കൂടുതലായിരുന്നു, ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാം എയുടെ കേസിൽ നമുക്ക് ബിയുടെ കാര്യമാണ് വേണ്ടത്. എയുടെ കേസിൽ നമുക്ക് പറയാം എയുടെ സ്പീഡ് എന്താണ്? ഡബിൾ ആവുക. 1:2 ആവുകയാണ് എയുടെ സ്പീഡ്. ടൈം എന്താവും? എയുടെ 2:1 ആവും. ആദ്യമേ 2 എടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര എടുക്കത്തുള്ളൂ? 1 യൂണിറ്റ് എടുക്കും. നേരത്തെ എടുക്കുന്നതിന്റെ പകുതി ഇപ്പോൾ എടുക്കത്തുള്ളൂ. ഡിഫറൻസ് 1 യൂണിറ്റ് ആണ്. ആ 1 യൂണിറ്റിന് വാല്യൂ ആണ്. ഇനിഷ്യലി 4 അവേഴ്സ് എടുക്കുമായിരുന്നു, ഇപ്പോൾ എത്ര എടുക്കൂ? 1 മണിക്കൂർ. ഇനിഷ്യലി 4 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു. ഒരിക്കലും 2 എടുക്കരുത്, കാര്യം നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനിഷ്യലി 4 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു, ഇപ്പോൾ 1 മണിക്കൂർ കൂടുതൽ എടുക്കൂ. ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. 1ന്റെ വാല്യൂ 3 ആണെങ്കിൽ 2ന്റെ വാല്യൂ എത്രയാണ്? 6 മണിക്കൂർ. അതായത് ഇനിഷ്യൽ കേസിൽ എ 6 മണിക്കൂറായിരുന്നു എടുക്കുന്നത്. 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ? ബിയേക്കാളും 4 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ ബി എത്രയായിരുന്നു എടുക്കുന്നത്? 6ൽ നിന്ന് 4 കുറയ്ക്കുക. എയുടെ സമയത്തിൽ നിന്ന് 4 മണിക്കൂർ കുറച്ചാൽ ആരുടെ സമയം കിട്ടും? ബിയുടെ സമയം കിട്ടും. 2 മണിക്കൂറാണ് ബി എടുക്കുന്നത്. 6 - 4 അതാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ബിക്ക് ഇനിഷ്യലി 80 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കുമായിരുന്നു? 2 മണിക്കൂർ. അപ്പോൾ ബിയുടെ സ്പീഡ് നമുക്ക് കിട്ടും 80/2 40 km/h. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. മൈൻഡിൽ തന്നെ ചെയ്താലേ ജോലി കിട്ടത്തുള്ളൂ. ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ ജോലി കിട്ടത്തില്ല. അതോ ഞാൻ ഉറപ്പ് തരാം കേട്ടോ. പഠിക്കാനുള്ള പർപ്പസിന് ഓക്കെ, എക്സാമിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പേന എടുക്കാതെ തന്നെ ചെയ്യാൻ പഠിക്കും. നമ്മൾ ആൻസർ എന്ത് വരും? ഹൗ മച്ച് ടൈം? 120 കിലോമീറ്റർ ഉണ്ട്. ബിയുടെ സ്പീഡ് 40 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ ടൈം കിട്ടും. 120/40 3 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത്? ബിക്ക് ആ ഒരു ദൂരം കവർ ചെയ്യാനായിട്ട് വേണ്ടി വരും. ഇനി ഇത് പേന എടുക്കാതെ ചെയ്യാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ രണ്ടിടത്തും മോർ ദാൻ ആണ്, ഇവിടെ മോർ ദാൻ ആണ്. ചിലപ്പോൾ ഇവിടെ ലെസ് വരും. സ്പീഡ് ഇരട്ടിയാക്കുമ്പോൾ ബിയേക്കാളും കുറച്ച് സമയം വരും. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് 1 അവർ ലെസ് എന്നാന്ന് പറഞ്ഞാലോ, സ്പീഡ് ഇരട്ടിയാക്കുമ്പോൾ 1 അവർ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ടോട്ടൽ ഡിഫറൻസ് എന്ത് വരും? ആദ്യമേ 4 മണിക്കൂർ കൂടുതൽ എടുക്കുമായിരുന്നു, ഇപ്പോൾ എന്താണ്? മൈനസ് അല്ലെങ്കിൽ 1 മണിക്കൂർ ലെസ് ആണ്. ഒരു ഇനിഷ്യൽ വാല്യൂവിൽ നിന്നും 4 കൂടുതൽ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എത്താണ്? 1 കുറവാണ്. ടോട്ടൽ ഡിഫറൻസ് എത്താണ്? 5ന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും. ഈ ക്വസ്റ്റ്യൻ സ്പീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ഡബിൾ ആക്കുന്നു, ടൈം 2:1 ആവും. 1ന്റെ വാല്യൂ എന്ന് കിട്ടും? ഇവിടെ 4 ആണ്. 4ൽ നിന്ന് 1 കുറച്ച് 3. 1ന്റെ വാല്യൂ 3 ആണെങ്കിൽ 2ന്റെ വാല്യൂ 6. ഇനിഷ്യൽ കേസിൽ ബിയുടെ ടൈം 2 കിട്ടും. 6 - 4 80ന് 2 പൊട്ടിയാൽ 40 ആണ് സ്പീഡ്. 120/40 3 കിട്ടും. നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ഇനി നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വെരി ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതെല്ലാവരും ഒരുപാട് ടൈം എടുത്ത് അടിപൊളി കുറേ ഇക്വേഷൻസ് ഒക്കെ എഴുതി ചെയ്യുന്നതാണ്. ഇതെങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യനും. അടുത്തൊരു ടൈപ്പ് കൂടെ ഉണ്ട്. 3 ടൈപ്പിൽ നിന്ന് നമുക്ക് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യെസ്,
ഇവിടെ നോക്കേ, ഇഫ് എ ബോയ് increases his speed by 3.5 km, then he reaches destination by 0.8 hours early. If he decreases his speed by 7 km per hour, then he reaches his destination 3.2 hours late. Find the actual speed. ഇത് ഒരുപാട് പേര് വേറെ മെത്തേഡ്സിലൊക്കെ ചെയ്യും, ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ഒരു ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. ബോയ് ഡെസ്റ്റിനേഷൻ പോകാനുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നിങ്ങൾ ഒരു ഇക്വേഷൻ ഇത് പഠിച്ചേക്കുക, വളരെ നല്ലൊരു ഇക്വേഷൻ ആണ്. ഞാൻ അതേ ഇക്വേഷൻ പഠിക്കാൻ നിങ്ങളെ പറയാറില്ല, പക്ഷേ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സ്പെഷ്യൽ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞുതരാം. ഡിസ്റ്റൻസ് ഈക്വൽ ടു ആദ്യത്തെ ഒരു സ്പീഡ് S1 ഉം രണ്ടാമത്തെ ചേഞ്ച് ചെയ്യുന്ന സ്പീഡ് S2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു S1 ഇൻറ്റു S2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് S1 മൈനസ് S2. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിലുള്ള ചേഞ്ച്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാം, ഇനിഷ്യൽ കേസിൽ ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഡി ഈക്വൽ ടു ഞാൻ സ്പീഡിനെ S എന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് കേസിൽ S എന്ന് പറഞ്ഞ സ്പീഡ് എന്തായി? ഇൻക്രീസ് ചെയ്യാണ്. എസ് പ്ലസ് 3.5 ആയി. എടുത്തിട്ടുള്ളത് കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഈ ടൈപ്പിൽ തന്നെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 3.5. എസ് പ്ലസ് 3.5ന്റെ എസിന്റെ ഡിഫറൻസ് 3.5 ഇൻറ്റു ഡെൽറ്റ ടി. എത്രയാണ് സമയം? 0.8 അവർ. ഞാൻ 8/10 കൊടുക്കുന്നു. ഇതെല്ലാം കിലോമീറ്റർ പെർ അവറിലും മണിക്കൂറിലുമാണ്. മണിക്കൂറിലാക്കില്ല. ഇത് തന്നെ ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എസ് ഇൻറ്റു സ്പീഡ് ഇൻറ്റു ഡിക്രീസ് സ്പീഡ് ബൈ 7, എസ് മൈനസ് 7 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിഫറൻസ്. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 7 ഇൻറ്റു എസ് മൈനസ് 7ഉം എസും തമ്മിലുള്ള മൈനസ് ഒന്നും നോക്കണ്ട, എത്രയാണോ ഡിഫറൻസ് അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് വാല്യൂ എഴുതുക ഇൻറ്റു ഡിഫറൻസ്. ലേറ്റ് ആയാലും നിങ്ങൾ പോസിറ്റീവ് തന്നെ എഴുതിയാൽ മതി. 3.2 മണിക്കൂർ 32/10. അപ്പോൾ ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുക. ഈ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? എസ് കണ്ടുപിടിക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് എഴുതി ഒരു ലൈനിൽ തന്നെ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇതിനെ രണ്ട് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ എസ് ഇൻറ്റു എസ് പ്ലസ് 3.5 ഡിവൈഡഡ് ബൈ 3.5 ഇൻറ്റു 8/10 ഈക്വൽ ടു എസ് ഇൻറ്റു എസ് മൈനസ് 7 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 32/10. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നിന്ന് എസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, ആക്ച്വൽ സ്പീഡ്. അപ്പോൾ നമുക്ക് 10 പോയി 8 ഇത് വെച്ച് 4 വന്നു. ഇവിടെ 7ഉം ഇവിടുത്തെ ഒരു 7/2 ഉണ്ട്. 7 പോയി. ഈ 2 ഇതോട്ട് വെട്ടി 2 വന്നു. എസും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ 2s ഉണ്ട്, ഇവിടെ S ഉണ്ട്, ഇവിടെ S ഉണ്ട്, ഇവിടെ 2s ഉണ്ട്. 2 ഇൻറ്റു എസ്. ഇപ്പോൾ ഈ എസ് റൈറ്റ് സൈഡ് വരുമ്പോൾ നെഗറ്റീവ് ആവും. 2s മൈനസ് എസ് റൈറ്റ് സൈഡിൽ എസ് ആവും. ഇവിടെ 2 ഇൻറ്റു മൈനസ് 7 മൈനസ് 14, അപ്പുറത്തുമ്പോൾ പ്ലസ് 14. 14 പ്ലസ് 3.5 17.5. എല്ലാം കിലോമീറ്ററിലും മണിക്കൂറിലുമാണ്. 17.5 കിലോമീറ്റർ പെർ അവർ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ സ്പീഡ് കിട്ടും. ഇതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്, എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഫോർമുല പഠിച്ചോളൂ. ഇത് നിങ്ങൾക്ക് 2 മാർക്കാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് സെയിം ആകുമ്പോഴുള്ള, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോഴുള്ള കണ്ടീഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അതല്ല. ഓക്കെ, ഈ ടൈപ്പ് ഇതേ ഉള്ളൂ. ടൈപ്പ് അതായത് ഒരു സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര എത്തും, സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്ര സമയം എത്തും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്ത് ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതെല്ലാം സെയിം ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇപ്പോൾ 2 ആൾക്കാരുണ്ടെന്ന് വെച്ചോ, ട്രെയിൻ ഉണ്ടെന്ന് വെച്ചോ. ഇത് ഇങ്ങോട്ട് പോയി ഇവിടെ എത്തി, ഇത് ഇവിടുന്ന് വന്ന് ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന 2 സ്ഥലമാണ്. ഓൾറെഡി പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എ ബി എന്ന് പറയുന്ന 2 സ്ഥലങ്ങളാണ്. ഓക്കെ, ഇങ്ങോട്ട് ചെയ്യാം. യെസ്, എ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടെ എത്തി, ബി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്ന സ്ഥലം, മീറ്റിംഗ് പോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത്. മീറ്റിംഗ് പോയിന്റ് ഇവിടെ നിന്ന് മീറ്റ് ചെയ്തതിന് ശേഷം എ എടുക്കുന്ന സമയം T1ഉം ഇവിടുന്ന് മീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഡെസ്റ്റിനേഷൻ ടു ബി എടുക്കുന്ന സമയം T2 ആണെങ്കിൽ സ്പീഡ് ഓഫ് എ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് T2/T1. എന്നാ പഠിച്ചത്? മീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം നമുക്ക് തന്നാൽ, രണ്ടുപേരും അങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നു. മീറ്റ് ചെയ്ത ശേഷമുള്ള സമയം തന്നാൽ അവരുടെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് സെക്കൻഡിൻ്റെ ടൈം ബൈ ഫസ്റ്റിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടും. അതുപോലെ ഇവർ മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് T1 ഇൻറ്റു T2 ആയിരിക്കും. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റിംഗ് ടൈം, മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. സ്റ്റാർട്ടിങ് മുതൽ ഓപ്പോസിറ്റ് വന്നിട്ട് മീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം റൂട്ട് ഓഫ് T1 T2. T1 എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്ഥാനം എടുക്കുന്ന സമയം, ഡെസ്റ്റിനേഷൻ എത്താൻ സമയം. T2 എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ആൾ ഡെസ്റ്റിനേഷൻ എത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ
വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം അത്യാവശ്യം ഈ ഒരു ടൈപ്പിൽ തന്നെ, ടൈപ്പ് സെയിം ആണ്, പക്ഷേ കാൽക്കുലേഷൻ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഈസി ആയിട്ട് ചെയ്യാനുള്ള വഴി. വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? യെസ്. അപ്പോൾ ഇവിടെ നോക്കേ, 2 trains A and B start from station X and Y towards Y and X respectively. അതായത് എക്സിൽ നിന്ന് വൈയിലോട്ടും വൈയിൽ നിന്ന് എക്സിലോട്ടും എന്ത് ചെയ്യുന്നു? പോകുന്നു. ആഫ്റ്റർ പാസിംഗ് ഈച്ച് അതർ ദേ ടേക്ക് 36 മണിക്കൂറും 7.5 മിനിറ്റ് ആൻഡ് 6 hours 7.5 മിനിറ്റ്. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞു. ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ 2 ടൈം തന്നിട്ടുണ്ട്, വൈ ആൻഡ് എക്സ് റെസ്പെക്റ്റീവ്ലി. അതായത് ഒരാൾ കൂട്ടിമുട്ടിന് ശേഷം അവിടെ എത്തുന്നു, മറ്റേ ആൾ കൂട്ടിമുട്ടിന് ശേഷം ഇപ്പുറത്തോട്ട് എത്തും. ഒരാൾ അങ്ങോട്ട് എത്തുന്നു, ഒരാൾ ഇങ്ങോട്ട് എത്തുന്നു. ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യും. ഇഫ് ദ ട്രെയിൻ എ ഈസ് മൂവിംഗ് ഇൻ 10.5 km/h ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇപ്പോൾ ട്രെയിൻ എയുടെ സ്പീഡ് ഞാൻ ഇതേ കാര്യം എഴുതുവാണ്. ട്രെയിൻ എയുടെ സ്പീഡ് ഞാൻ 10.5 കൊടുക്കുന്നു. 10.5 ആണ് നല്ലൊരു, നമ്മൾ ഈ 3 വളരെ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ പോകുന്നത് 10.5 km/h ഡിവൈഡഡ് ബൈ സ്പീഡ് ബി നമുക്ക് അറിഞ്ഞൂടാ, ഈക്വൽ ടു റൂട്ട് ഓഫ് T2. T2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് സാധനം അല്ലെങ്കിൽ സെക്കൻഡ് ബി കൂട്ടിമുട്ടിയതിന് ശേഷം, മീറ്റ് ചെയ്തതിന് ശേഷം, കൂട്ടിമുട്ടെന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്തതിന് ശേഷം ഡെസ്റ്റിനേഷൻ എടുക്കുന്ന സമയമാണ്. റൂട്ട് ഓഫ് ഇതിന് നമുക്ക് എങ്ങനെയാ? 6 hours 7.5 മിനിറ്റ്. അപ്പം 7.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 7.5/60 ആണ്. 7.5/60 എനിക്ക് എന്ത് ചെയ്യാം? 7.5 എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1/8 ആണ്. 7.5 × 2 15 ആണ്. 15 × 4 ആണ് എന്ന് പറയുന്നത് 60. 2 × 4 8 ആണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് വെട്ടാം, മേലെ താഴെ 0 കൊടുക്കാം. 75/600 1/8 ആണ്. അപ്പോൾ 6 മണിക്കൂറും 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48 49/8 മണിക്കൂർ. നമുക്ക് എന്ത് കൊടുക്കാം? ഫസ്റ്റ് ടൈം ഓഫ് ബി 49/8 എന്ന് കൊടുക്കാം. ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഞാൻ വിളിക്കാമേ. ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? യെസ്, ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ 36 മണിക്കൂർ 7.5 മിനിറ്റ്. 7.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. അപ്പോൾ 36 1/8, അതായത് 36 + 1/8, 36 എന്ന് പറയുമ്പോൾ 240 48 288 289/8. അപ്പോൾ ഡിവൈഡഡ് ബൈ 289/8 റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. 289 8 8 വെട്ടിപ്പോയി, റൂട്ടിന് പുറത്ത് വരുമ്പോൾ 7/17. അപ്പോൾ 10/SB എന്ന് പറഞ്ഞാൽ 7/17. 10 എനിക്ക് 21/2 എന്ന് കൊടുക്കാം. SB ഇവിടെ വരും, 17 ഇവിടെ പോവും, 7 താഴെ വരും. അല്ലെങ്കിൽ 7 ഇവിടെ 3 വരെ വന്നു, 17 മേളിൽ പോയി. അപ്പോൾ 3 × 17/2 51ന്റെ പകുതി. SB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 25. കാൽക്കുലേഷൻ സ്വന്തമായിട്ട് ചെയ്തെടുക്കുക, ഒന്നുമില്ല ഇതിനകത്തൊന്നും ചെയ്യാനില്ല. 10.5 SB എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നിന്ന് ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. 17 × 10 21/2 കൊടുത്തു ബൈ 7. ഇവിടെ 3 വന്നു, 51ന്റെ പകുതി 25.5. ഫാസ്റ്റായിട്ട് ഇത് എഴുതുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് നോക്കേ. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. 2 ട്രെയിൻ ഉണ്ട്, A and B സ്റ്റാർട്ട് ഫ്രം X Y towards Y and X റെസ്പെക്റ്റീവ്ലി ആഫ്റ്റർ പാസിംഗ് ഈസ് ടൈം തന്നിട്ടുണ്ട്. സെയിം ടൈമാണ് Y and X. If A is moving at ഇത്രയാണെങ്കിൽ ഫൈൻ. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ജേർണി ദ ട്രെയിൻ വിൽ ക്രോസ് ഈച്ച് അതർ. അതായത് ഇതെന്താണ്? മീറ്റിംഗ് ടൈം ആണ്. അപ്പോൾ മീറ്റിംഗ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീറ്റിംഗ് ടൈം ഞാൻ കഴിഞ്ഞത് പറഞ്ഞു, ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി വെച്ചേക്കുന്നു. മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് T1 × T2. T1 എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിമുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ മീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ട്രെയിൻ എടുക്കുന്ന സമയം. T2 എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടിയതിന് ശേഷം മീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ട്രെയിനോ ബസ്സോ എന്തോ ആയിക്കോട്ടെ, ആൾക്കാരോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഡയറക്റ്റ് എഴുതാം. T = റൂട്ട് ഓഫ് ഫസ്റ്റ് ടൈം നമ്മൾ എങ്ങനെ എഴുതിയാൽ? 36 7/5 36 1/8 289/8 ഇൻറ്റു 6 hours 7.5. എല്ലാത്തിനും മണിക്കൂറാക്കാം. 7.5 1/8 ആണ്, 49/8. മേളിൽ 289 റൂട്ട് പുറത്ത് വരുമ്പോൾ 17, 49 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 7, 8 × 8 റൂട്ടിന് വരുമ്പോൾ 8, 119/8. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഈ ഒരു 2 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ചോദിച്ചു. സെയിം ടൈപ്പ് ക്വസ്റ്റ്യനിൽ എയും ബിയും എല്ലാം ബാക്കിയെല്ലാം സെയിം ആണ്. ആഫ്റ്റർ പാസിംഗ് ഈച്ച് അതർ
ഇത്രയും സമയം എടുക്കുന്നു. ഇഫ് എയുടെ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് സ്റ്റേഷൻ വൈ ഫ്രം എക്സ്. സ്റ്റേഷൻ എക്സിനും വൈക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ സ്പീഡ് ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് എ ഓൾറെഡി ഉണ്ട് 10:30. നമുക്ക് എന്ത് വേണം? ടോട്ടൽ ടൈം ആണ്. ഞാൻ എന്താണ് ടോട്ടൽ സമയം, എ എടുത്ത സമയം. അപ്പോൾ ബി എടുത്ത കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, ബിയുടെ സ്പീഡ് പിന്നെ കണ്ടുപിടിക്കേണ്ടി വരും. പേ എടുത്ത സമയം വേണം. പേ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യമേ മീറ്റിംഗ് സമയമുണ്ട്. ഇവർ രണ്ടുപേരും കാണുന്നൊരു സമയമുണ്ട്, മീറ്റിംഗ് സമയം. മീറ്റിംഗ് സമയം ടി ആണെന്ന് വെച്ചു. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? എ ഇവിടെ നിന്ന് ഇവിടെ എത്തി. പിന്നെ എയുടെ സമയം കൂടെ എന്ത് ചെയ്യണം? ടി എ. എയുടെ സമയം കൂടെ കൂട്ടാം. എയുടെ സമയം ഇവിടെ എത്ര തന്നിട്ടുള്ളത്? ആഫ്റ്റർ പാസിംഗ് ഈച്ച് ദർ എയുടെ സമയം 36 7.5 മിനിറ്റ്. ഇതാണ് എയുടെ സമയം. ഇതുകൂടെ കൂട്ടാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സ്പീഡ് ഓഫ് എ. സ്പീഡ് ഓഫ് എ എത്രയാണ് ഇവിടെ? 10:30 ഞാൻ 21/2 എഴുതുന്നു. ഇൻറ്റു ടോട്ടൽ ടൈം എത്രയാണ്? ടി എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ കണ്ടുപിടിച്ചേ? കഴിഞ്ഞ ക്വസ്റ്റിന് കണ്ടുപിടിച്ച സെയിം സാധനമാണ് 119/8. നിങ്ങൾക്ക് റൂട്ട് ഓഫ് അത് എഴുതുക. പിന്നെ പുതിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 289/8 ഇൻറ്റു 49/8. നേരത്തെ അതേപോലെ തന്നെ ആ മീറ്റിംഗ് ടൈം കണ്ടുപിടിച്ചു. 119/8. 119/8 മീറ്റിംഗ് ടൈമും പ്ലസ് എയ്ക്ക് എടുക്കുന്ന സമയം. എയ്ക്ക് ഇവിടുന്ന് ഇവിടെ വരെ എത്താനുള്ള സമയം. അതാണ് ടോട്ടൽ സമയം. 36 7.5 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 289/8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21/2 ഇൻറ്റു 119. ഇത് 28ഉം 11 390. പിന്നെ 18 408/8. 8/8 കാൽക്കുലേഷൻ ചെയ്യാം. 400 എന്ന് പറയുമ്പോൾ 51 ഇൻറ്റു 21/2. ഓക്കെ, 21/2. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് 10 തന്നെ എടുത്താൽ മതി. 21/2 ആക്കിയാലും കുഴപ്പമില്ല. 10 തന്നെ മതി. 10 ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്, കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. 10 അപ്പം ഇൻറ്റു 10 ചെയ്യുക. 51 × 10 510. 0.5 എന്ന് പറഞ്ഞാൽ 0.5 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ പകുതി എടുക്കാം. സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സിന് സെർച്ച് ചെയ്താൽ കിട്ടും, ക്ലാസ് കിട്ടും. അത് ഡെയിലി എഴുതും. 51 പകുതി 25. 510 25 535. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഇനി അവർക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്തു? ഈ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞു. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേരെ കാണത്തുള്ളൂ, പഠിച്ചാൽ മതി. കാണുന്നത് പഠിക്കും. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സെയിം ടൈപ്പാണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആൻസർ പറയാം. സ്പീഡ് ഓഫ് സുമൻ ആണ് വേണ്ടത്. സെയിം ഡേറ്റ കുറച്ച് വ്യത്യാസമുണ്ട്. ഇനി എന്ത് ചെയ്യാം? 6 മിനിറ്റിനെ 6/60 ആക്കുക. 57 മിനിറ്റിനെ 57/60 ആക്കുക. എന്നിട്ടൊരു ഫ്രാക്ഷൻ കിട്ടും. എൻ്റെ റൂട്ട് എടുത്താൽ മതി. സ്പീഡ് രേഖ ഇതാണെങ്കിൽ സുമൻ്റെ എന്താണ്? ഹോംവർക്കായിട്ട് നിങ്ങളത് കമൻ്റ് ആയിട്ട് പറയാം. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ട് പറയാം. വീഡിയോസ് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കാണുക. എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഒരു മാർക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. വെറുതെ ഉള്ള ക്ലാസ്സുകളല്ല ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്. ഓക്കെ, അപ്പോൾ ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.